എല്ലാവർക്കും 24 മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് പോകാം. ടോറികൾ പ്രഖ്യാപിച്ച ഫാമിലി വിസയ്ക്കുള്ള 38,700 പൗണ്ട് വരുമാന പരിധി റദ്ദാക്കിയേക്കും. പങ്കാളിക്ക് യുകെയിൽ വിസ ലഭിക്കാനായി ബ്രിട്ടീഷ് പൗരന്മാരും രാജ്യത്ത് സെറ്റിൽ ആയ താമസക്കാരും നേടിയിരിക്കേണ്ട മിനിമം വരുമാനത്തിൽ കുറവ് വരുത്താമെന്ന് മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി നിർദ്ദേശിച്ചു. എന്നാൽ ഈ കുറവ് വരുത്തൽ നെറ്റ് മൈഗ്രേഷൻ വർദ്ധിപ്പിക്കാൻ ഇടയാക്കുമെന്നും ഗവൺമെന്റിന്റെ സ്വതന്ത്ര ഇമിഗ്രേഷൻ പാനൽ പറഞ്ഞു. മിനിമം വരുമാന പരിധി 23,000 പൗണ്ട് മുതൽ 25,000 പൗണ്ട് വരെയാക്കി നിജപ്പെടുത്താൻ കഴിയുമെന്നും മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി പറഞ്ഞു. 2024 ഏപ്രിൽ മുതൽ പങ്കാളിക്ക് വിസയ്ക്കായി അപേക്ഷിക്കുന്നവർക്ക് ചുരുങ്ങിയത് 29,000 പൗണ്ട് വരുമാനം വേണമെന്നാണ് നിബന്ധന. കൂടാതെ ഫാമിലി വിസയ്ക്കുള്ള വരുമാന പരിധി 38,700 പൗണ്ടിലേക്ക് വർദ്ധിപ്പിക്കാനുള്ള ടോറി പദ്ധതി ഉപേക്ഷിക്കാമെന്നും പാനൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. മനുഷ്യാവകാശ നിയമങ്ങളെ ഹനിക്കുമെന്നാണ് ഇവർ പറയുന്ന ന്യായീകരണം. 25,000 പൗണ്ട് വരെ വരുമാനം നേടുന്ന കുടുംബങ്ങൾക്ക് നികുതിദായകന്റെ സഹായമില്ലാതെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് കമ്മിറ്റി ചൂണ്ടിക്കാണിക്കുന്നു. കുടിയേറ്റ നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായി മുൻ പ്രധാനമന്ത്രി സുനാകിന്റെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവ് ഗവൺമെന്റ് ഫാമിലി വിസ ലഭിക്കാൻ സ്കിൽഡ് വർക്കർ നിലവാരത്തിലുള്ള വരുമാനം വേണമെന്ന പദ്ധതി തയ്യാറാക്കിയിരുന്നു. യുകെയിൽ പരക്കെ ഇമിഗ്രേഷൻ റെയ്ഡ്. ബോട്സ്വാനയിൽ നിന്നും 200 പേരെ നിയമവിരുദ്ധമായി യുകെയിലെത്തിച്ചെന്ന് സംശയിക്കപ്പെടുന്ന സംഘത്തിലെ പ്രധാനിയെ ബോർഡർ പോലീസ് അറസ്റ്റ് ചെയ്തു. ചെൽട്ടനാമിൽ നിന്നുമാണ് 37 വയസ്സുകാരനായ ഒരാളെയാണ് ഇപ്പോൾ പിടികൂടിയത്. മാഞ്ചസ്റ്ററിലും നോട്ടിംഗ്ഹാമിലും ഷെഫീൽഡിലും ബ്രാഡ്ഫോർഡിലുമൊക്കെ അറസ്റ്റുകൾ നടന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. വ്യാജ വിവരങ്ങൾ നൽകി അഭയാർത്ഥി ആനുകൂല്യങ്ങൾ നേടാൻ ശ്രമിക്കുകയും കൃത്യമായ പരിശീലനങ്ങൾ നേടാതെ കെയർ ഹോമുകളിൽ ജോലി ചെയ്യുകയും ചെയ്തവരെ പിടികൂടിയതിനു പിന്നാലെയാണ് അവരെ സഹായിച്ച സംഘത്തിലെ പ്രധാനിയെയും അറസ്റ്റ് ചെയ്തത്. 33നും 50നും ഇടയിൽ പ്രായമുള്ള 3 പുരുഷന്മാരെയും ഒരു സ്ത്രീയെയുമാണ് മാഞ്ചസ്റ്റർ, നോട്ടിംഗ്ഹാം, ഷെഫീൽഡ്, ബ്രാഡ്ഫോർഡ് എന്നിവിടങ്ങളിൽ നിന്നും ബോർഡർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ചെൽട്ടനാമിൽ നിന്നും പിടികൂടപ്പെട്ടയാളാണ് ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതെന്നാണ് വ്യക്തമാകുന്നത്. അനധികൃത കുടിയേറ്റം സർക്കാരിന്റെ ഏറ്റവും മുൻഗണനയുള്ള അന്വേഷണങ്ങളിൽ ഒന്നാണെന്ന് ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റിന്റെ ക്രിമിനൽ ആൻഡ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിലെ ഇൻസ്പെക്ടർ ഫിലിപ്പ് പാർ പറഞ്ഞു. മനുഷ്യ ദുരിതത്തിൽ നിന്ന് ലാഭം കൊയ്യുന്നവർക്ക് സ്ഥാനമില്ലെന്നും നൂറുകണക്കിന് ആളുകളെ കൂടുതൽ ചൂഷണത്തിൽ നിന്ന് ഈ പ്രവർത്തനം സംരക്ഷിച്ചുവെന്നും മിസ്റ്റർ പാർ പറഞ്ഞു. മനുഷ്യക്കടത്ത് സംഘങ്ങളെ നേരിടാനും ചെറിയ ബോട്ട് ക്രയാസിംഗുകൾ തടയാനുമുള്ള സർക്കാരിന്റെ ഏറ്റവും പുതിയ ശ്രമങ്ങളുടെ ഭാഗമാണ് വ്യാപകടുകൾ. ആശുപത്രി ചികിത്സകൾ വേഗത്തിലാക്കാൻ നടപടിയുമായി NHS ഇംഗ്ലണ്ട്. വെയിറ്റിംഗ് ലിസ്റ്റ് കുറയ്ക്കാൻ റോബോട്ടിക് സർജറിയാണ് നടത്തുക. ഇതോടെ ലക്ഷക്കണക്കിന് പേർക്ക് റോബോട്ട് അസിസ്റ്റ് ചെയ്യുന്ന സർജറി ലഭ്യമാക്കും. അടുത്ത ഒരു ദശകത്തിനിടെ ലക്ഷക്കണക്കിന് പേർക്ക് കൂടി റോബോട്ടിക് സർജറി ലഭ്യമാക്കാനാണ് പദ്ധതി. കാൻസർ, ഹിസ്റ്ററെക്ടമി, സന്ധി മാറ്റിവയ്ക്കൽ എന്നിങ്ങനെ വിവിധ അവസ്ഥകളിൽ പെട്ടവർക്ക് ചികിത്സ ലഭിക്കുമ്പോൾ റോബോട്ട് സേവനം ഉപയോഗപ്പെടുത്തുന്നത് ഡോക്ടർമാർ കാര്യമായി വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് നീക്കം. മെഡിക്കൽ എമർജൻസികൾക്ക് പുറമെയാണ് ഇത്. നിലവിൽ 70,000 പേര് റോബോട്ട് അസിസ്റ്റഡ് സർജറിക്ക് വിധേയമാകുന്നുണ്ടെങ്കിൽ ഇത് 2025 ആകുന്നതോടെ 5 ലക്ഷം ആയി ഉയർത്താനാണ് NHS ഇംഗ്ലണ്ട് മേധാവി പ്രഖ്യാപനം നടത്തുന്നത്. 2029ഓടെ ഹ്രസ്വമായ ഇലക്ടീവ് വെയിറ്റിംഗ് സമയത്തിലേക്ക് തിരിച്ചെത്താനാണ് NHS വാഗ്ദാനം. രോഗികൾക്ക് ലഭ്യമായ മികച്ച ചികിത്സ ഉറപ്പാക്കാൻ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കും, NHS ഇംഗ്ലണ്ട് ചീഫ് എക്സിക്യൂട്ടീവ് ജിം മാക്കി പറഞ്ഞു. റോബോട്ടിക് സർജറി പ്രൊസീജിയറുകളുടെ വേഗത മാത്രമല്ല, രോഗികൾക്ക് മെച്ചപ്പെട്ട ഫലവും നൽകും. വേഗത്തിൽ രോഗമുക്തി നേടാനും ആശുപത്രി വാസം കുറയ്ക്കാനും കഴിയും, അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. 2035 ആകുന്നതോടെ 10ൽ 9 കീഹോൾ സർജറികളും റോബോട്ടിനെ ഉൾപ്പെടുത്തിയാകും പൂർത്തിയാക്കുക. നിലവിൽ 5-1 കേസുകളിൽ മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്, മാക്കി വ്യക്തമാക്കി.